ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് യൂണിറ്റിലെ പാർട്ടുകളാണ്. രണ്ടാമത്തേതായിട്ടുള്ളത് 7 ഏജസ് ഓഫ് മാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പഠിച്ച യൂണിറ്റിലെ ഫസ്റ്റ് എന്തായിരുന്നു? എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ളത് നമ്മൾ ക്ലാസ് എടുത്തില്ലേ, കാണാത്തവരെ കാണുക കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ അതിലുള്ള അടുത്ത ചാപ്റ്ററാണ് എന്ത്? ദ 7 ഏജസ് ഓഫ് മാൻ. ഫസ്റ്റ് യൂണിറ്റിലുള്ള രണ്ടാമത്തേതാണ് അല്ലേ. അപ്പോൾ ദ 7 ഏജസ് ഓഫ് മാൻ ആണ് നമ്മൾ എടുക്കുന്നത്. ആരാ എഴുതിയിരിക്കുന്നത്? വില്യം ഷേക്സ്പിയർ ആണ് അല്ലേ. അപ്പം ഇവിടെ നോക്കിയേ, ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. നമുക്ക് വായിക്കാം, എൻജോയ് ചെയ്യാം അല്ലേ. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെന്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡ്. എന്താണ്? ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രായമാകുന്തോറും എന്താണ്? നമ്മൾ വ്യത്യസ്ത വേഷങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഡു യു അഗ്രി? നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? യോജിക്കുന്നുണ്ടോ? തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. നിങ്ങൾ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതവേഷങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ചിന്തിക്കുക കേട്ടോ. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? എന്തൊക്കെ റോളുകളാണ് നിങ്ങൾ ചെയ്തത്? വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? ഇപ്പൊ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ജീവിതം നിൽക്കുന്നത്? ലെറ്റ്സ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ലൈഫ്. അപ്പൊ ഷേക്സ്പിയർ ജേർണി ഓഫ് ലൈഫിനെ കുറിച്ചിട്ട് വിവരിക്കുന്നതാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക? നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഏത് റോളിലാണ്, എന്തൊക്കെ റോളുകളാണ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ വില്യം ഷേക്സ്പിയർ ആണ് അല്ലെ. 7 ഏജസ് ഓഫ് മാൻ, എന്താ മനുഷ്യന്റെ 7 യുഗങ്ങളാണ് അല്ലെ. 7 കാലഘട്ടങ്ങൾ. അപ്പൊ all the world stage and all the men and women merely plays അല്ലെ. എന്താണ് പറയുന്നത്? all the world stages. സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഘട്ടങ്ങൾ അല്ലെ, ഓരോ വേദികളാണ് അല്ലെ. ലോകം മുഴുവൻ എന്താണ്? ഓരോ ഘട്ടങ്ങൾ, അതായത് സ്റ്റേജുകളാണ് അല്ലെ. and all the men and women merely players അല്ലെ. അപ്പൊ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും എന്താണ്? വെറും കളിക്കാർ മാത്രമല്ലേ. merely players അല്ലെ, വെറും കളിക്കാർ മാത്രമാണ് എന്ത്? എല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലെ. all men and women, എല്ലാ പുരുഷന്മാരും സ്ത്രീകളും എന്താണ്? merely players. merely പറഞ്ഞാൽ വെറും അല്ലെ, പ്ലേയേഴ്സ് ആണ്, കളിക്കാരാണ്. they have their exit. okay, they have their exits and their entrances അല്ലെ. അവരെന്താണ്? അവർക്ക് അവരുടേതായ എന്താണ്? എക്സിറ്റുകളും പ്രവേശനങ്ങളും ഉണ്ട് അല്ലെ. എക്സിറ്റ് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒഴിവായി പോവുക അല്ലെ. അതുപോലെ എൻട്രൻസ് കയറി വരിക അല്ലെ. അപ്പൊ അവരുടേതായ എക്സിറ്റുകളും ഉണ്ട്, എൻട്രൻസുകളും ഉണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ് അല്ലെ. അപ്പൊ എന്താണ്? ഒരു മനുഷ്യന് തന്റെ കാലത്ത് നിരവധി വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. മെൻ ടൈം പ്ലേസ് മെനി പാർട്സ് അല്ലെ. ഹിസ് ആക്ട് ബീങ് 7 ഏജസ് അല്ലെ. അവന്റെ പ്രവർത്തികൾ എന്താണ്? 7 യുഗങ്ങളാണ് അല്ലെ. ഏജ് സ്റ്റേജസുകളാണ്. 7 ഏജുകളാണ് അല്ലെ. അപ്പൊ എന്താണ്? ആദ്യം ഇൻഫാന്റ് അല്ലെ, നമ്മൾ ചെറിയ കുഞ്ഞാവായിരിക്കുമ്പോൾ പ്രസവിച്ച ഉടനെ അല്ലെ. പിന്നെന്താണ്? നമ്മൾ മുട്ടുത്തി ചെയ്യുന്ന ടൈം. പിന്നെന്താ? പിച്ച വെക്കുന്ന അല്ലെ, നടക്കുന്ന ടൈം. പിന്നെ സ്കൂളിൽ പോകുന്ന ലൈഫ്. പിന്നെന്താണ്? പിന്നെന്താണ്? ലവേഴ്സ് ആവുന്ന ഒരു ടൈം അല്ലേ. ഇപ്പൊ 16, 17 ഒക്കെ ഏജ് ആവുമ്പോൾ. പിന്നെ കഴിഞ്ഞിട്ട് എന്താണ്? പ്രാരാബ്ദങ്ങൾ വരുന്നതാണ് അല്ലെ. പിന്നെ അങ്ങനെ ഓരോ ഇതായിട്ട് എന്താണ്? പിന്നെ അച്ഛൻ്റെ പോലെ ആവും, പിന്നെ വാർദ്ധക്യത്തിലേക്ക് വരും. അങ്ങനെ ഓരോ സ്റ്റേജുകളാണ് എന്താക്കുന്നത് ഇവിടെ ഷേക്സ്പിയർ വിവരിക്കുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. അറ്റ് ഫസ്റ്റ് ദ ഇൻഫാന്റ് പറഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞുള്ള ചെറിയ കുഞ്ഞാവല്ലേ, കുഞ്ഞാ അല്ലെ, ഇൻഫാന്റ് അതാണ് കേട്ടോ. മ്യൂളിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സസ് ആം. And then the winning schoolboy with his stature and shining morning face creeping like snail unwillingly to school. എന്താണ് പറയുന്നത്? at first the infant അല്ലെ. ആദ്യം തന്നെ കുഞ്ഞ് എന്താണ്? മ്യൂളിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സസ് അല്ലെ. നേഴ്സിന്റെ കൈകളിലാണല്ലോ കുഞ്ഞാരം കൊണ്ട് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അവിടെ നിന്ന് എന്താണ്? മ്യൂളിങ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ കരച്ചില് അല്ലെ. ആ കുഞ്ഞ് കരഞ്ഞോണ്ടും, പ്യൂക്കിംഗ് എന്ന് പറഞ്ഞാൽ ഛർദി അല്ലെ. അപ്പൊ കുഞ്ഞ് എന്താണ്? ആദ്യം നേഴ്സിന്റെ കൈകളിൽ നിന്നെന്താണ്? കുഞ്ഞാവ് എന്താ? കരയൂല്ലേ. ആ കരച്ചിലിനാണ് മ്യൂലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ മ്യൂലിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോ. ചെറിയ കുഞ്ഞു വാവിന്റെ കരച്ചിലില്ലേ, അതിനാണ് മ്യൂലിംഗ്. ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സസ് ആംലെ. നേഴ്സിന്റെ കൈകളിലാണ് എന്ത് വരുന്നത്. അപ്പൊ എന്താണ്? കുഞ്ഞ് കരഞ്ഞോണ്ട് ഛർദിച്ചോണ്ടൊക്കെയാണ് വരുന്നത് അല്ലെ. പിന്നെന്താ? ആൻഡ് ദെൻ ദ വെയിനിങ് സ്കൂൾ ബോയ്. പിന്നെന്താണ്? പിന്നെ കുട്ടി എന്താണ്? പുലമ്പുന്ന ഒരു സ്കൂൾ കുട്ടി അല്ലെ. ഹിസ് സ്റ്റേജ് സാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ അല്ലെ. പിന്നെന്തായി? തന്റെ ബാഗും കൊണ്ട് ഒരു സ്കൂൾ കുട്ടിയിലെ, പിന്നെ പുലമ്പുന്ന സ്കൂൾ കുട്ടി തന്റെ ബാഗും തിളങ്ങുന്ന ഒരു പ്രഭാത മുഖമായിട്ട് എന്താണ്? ഒച്ചിനെ പോലെ സ്കൂളിലേക്ക് മനസ്സില്ലാ മനസ്സോടെ എഴിഞ്ഞു നീങ്ങുന്നത് അല്ലെ. അൺവില്ലിംഗ്ലി ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സില്ലാ മനസ്സോടെ ഉണ്ടാക്കുന്നത് സ്നെയിലിനെ പോലെ സ്കൂൾക്ക് പോകുന്നത് അല്ലെ. അപ്പം എന്താണ് പറയുന്നത്? അവിടെ ഫസ്റ്റ് ഇൻഫാന്റിന്റെ മാതിരി, പിന്നെന്താണ്? സ്കൂൾ ബോയ് ആയിട്ട് അല്ലെ. സ്കൂളിൽ മനസ്സില്ലാ മനസ്സോട് കൂടി എന്താണ്? സ്കൂൾക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട് അല്ലെ. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ അവസ്ഥ ഉണ്ടായിരുന്നോ?
Okay, and then the lover sighing like furnace with a woeful ballad weighed to his mistress eyebrow. അല്ലെ, പിന്നെന്താ ലവേഴ്സ് അല്ലെ, ആദ്യം ഇൻഫാന്റ്, പിന്നെന്താണ് സ്കൂൾ ബോയ് അല്ലെ, പിന്നെന്താ ലവർ അല്ലെ, പിന്നെന്താണ് പിന്നെ കാമുകൻ എന്താണ് ഒരു സൈയിങ് ലൈക്ക് ഫർണസ് അല്ലെ, എന്താ ഒരു നെടുവീർപ്പിടുക അല്ലെ, എന്താണ് അവന്റെ എന്താണ് വിത്ത് എ വോഫുൾ ബാലഡ് വെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ, അവന്റെ ആ കാമുകീന്റെ പുരികത്തിന് ഒരു ദുഃഖകരമായ ഒരു ബല്ലാഡുമായി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്, ആ ഒരു കാമുകന്റെ വേഷമാണ് അപ്പൊ ഇവിടെ ചെയ്യുന്നത് അല്ലെ. ആ ഇതിലാണ് ഇവിടെ ലവറിന്റെ ഇത് പറയുന്നത്. ദെൻ എ സോൾജിയർ, പിന്നെന്താ സോൾജിയർ ആണ് അല്ലെ, full of strange oath and burdened like the part, jealous in honor, sudden and quick in quarrel, seeking the bubbled reputation even in the cannon's mouth. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, പിന്നെന്താണ് ഒരു സോൾജിയറിന്റെ ഇതാണ് അല്ലെ. ഫസ്റ്റ് ഇൻഫാന്റ്, പിന്നെ സ്കൂൾ ബോയ്, പിന്നെ ലവർ, പിന്നെന്താണ് സോൾജിയർ അല്ലെ. സോൾജിയറിന്റെ ഇതിലാണ് അല്ലെ. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത് അല്ലെ, പല ശബ്ദങ്ങളും നിറഞ്ഞ, ആൻഡ് ബേർഡഡ് ലൈക്ക് ദ പാട് പോലെ താടി മീശൊക്കെ വരുന്നത് അല്ലെ. ജെലസ് ഇൻ ഹോണർ, ജലസ് ഇൻ ഹോണർ, സഡൻ ആൻഡ് ക്വിക്ക് ഇൻ കോറൽ, പെട്ടെന്ന് എന്താണ് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന പോലെയുള്ളത് അല്ലെ. സീക്കിംഗ് ദ ബബിൾഡ് റെപ്യൂട്ടേഷൻ ഈവൻ ദ കാനോൺസ് മൗത്ത്, എന്താണ് പീരങ്കിയുടെ ആ വായിൽ പോലും എന്താണ് ബബിൾഡ് റെപ്യൂട്ടേഷന് കാണുന്ന ഒരു ആ ഇതാണ് അല്ലെ സോൾജിയർ അല്ലെ. അപ്പൊ ആ സ്റ്റേജിലേക്കാണ് പിന്നെ ഈ സോൾജിയർ ആവുന്നത്. ആൻഡ് ദെൻ ദ ജസ്റ്റിസ്, അടുത്ത എന്താണ് ജസ്റ്റിസിലേക്ക് അല്ലെ. ആദ്യം ഇൻഫാന്റ്, സ്കൂൾ ബോയ്, പിന്നെന്താണ് ലവർ, പിന്നെ സോൾജിയർ അല്ലെ. പിന്നെന്താണ് അടുത്ത ജസ്റ്റിസ് അല്ലെ, അഞ്ചാമത്തെ ജസ്റ്റിസ് ആണ് അല്ലെ. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ഓൺ ലിഞ്ച്, വിത്ത് ഐസ് സിവിയർ ആൻഡ് ബേർഡ് ഓഫ് ഫോർമൽ കട്ട്, full of wise source and modern instances, and so he plays his part. പിന്നെ ജസ്റ്റിസിലെ നീതിമാന്റെ ഒരു സ്റ്റേജ് ആണ് വരുന്നത് അല്ലെ. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി, എന്താണ് വൃത്താകൃതിയുള്ള ബെല്ലി വയറും, പിന്നെന്താണ് വിത്ത് ഗുഡ് ക്യാപ്പൺ ലിൻ അല്ലെ, നല്ല ക്യാപ്പൺ ലിനനും, പിന്നെന്താണ് വിത്ത് ഐ സിവിയർ ആൻഡ് ബേർഡ് ഓഫ് ഫോർമൽ കട്ട്, എന്താ താടി മുടിയൊക്കെ നല്ല ഫോർമൽ ആയിട്ട് കട്ട് ചെയ്തിട്ട് അല്ലെ, കണ്ണുകളൊക്കെ നല്ല എന്താണ് കടുപ്പമുള്ള കണ്ണുകളും, പിന്നെ മുടിയും താടിയൊക്കെ എന്താണ് നല്ല ഫോർമൽ ആയിട്ടുള്ള കട്ട് ചെയ്തിട്ട്, ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, എന്താണ് അവിടെ തൻ്റെ നല്ല ആധുനിക മാതൃകകളൊക്കെ എന്താണ് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ. സോ ഹി പ്ലേസ് ഹിസ് പാർട്ട് അല്ലെ, അങ്ങനെ അയാൾ എന്താണ് അവന് തന്റെ പങ്ക് നിർവഹിക്കുകയാണ് ജസ്റ്റിസിനെ പോലെ അല്ലെ. അപ്പൊ ജസ്റ്റിസിനെ പോലെ അവനെന്താണ് തന്റെ പങ്ക് അപ്പം ആ വയസ്സിൽ എന്താണ് നിർവഹിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് the sixth age shift into the lean and slippered pantaloon with the spectacles on nose and paunch on side. His youthful horse will saved a world too wide for his shrunk shank, and his big manly voice churning again toward the childish treble, pipes and whistles in his sound. എന്താണ് സിക്സ്ത് ഏജിൽ ഷിഫ്റ്റ് ചെയ്തതാണ് അല്ലെ. ആ സിക്സ്ത് ഏജിലത്തെ ഷിഫ്റ്റ് എന്താണ്, സിക്സ്ത് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ് ലീൻ അല്ലെ, എന്താണ് മെലിഞ്ഞതും, പിന്നെന്താ സ്ലിപ്പേഴ്സ് പാൻറ്റലൂൺ എന്ന് പറഞ്ഞാൽ എന്താ ലൂസ് പാൻറ് അല്ലെ. അപ്പൊ സ്ലിപ്പേർഡ് പാൻറ്റലൂൺ എന്ന് പറഞ്ഞാൽ എന്താ ലൂസായ പാൻറ്റുകളും മെലിഞ്ഞിട്ടുള്ള ഇതാവുകയാണ് അല്ലെ. അപ്പൊ എന്താണ് അപ്പം ആ ശരീരത്തിന് എന്താണ് ആ സിക്സ്ത് ഏജിൽ മെലിയാൻ തുടങ്ങും, മെലിഞ്ഞിട്ടുള്ളൊരു ഏജാണ് വരുന്നത് അല്ലെ. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ്, പിന്നെ എന്താണ് നോസിലാണ്, വയസ്സായ ആൾക്കാരൊക്കെ നോസുമലാണ് എന്താ സ്പെക്ടക്കിൾ അല്ലെ. അധികമില്ല, ചിലരിതൊക്കെ ഉണ്ട് ഈ കണ്ണട മൂക്കുമലാണ് വരുന്നത് അല്ലെ. മുക്കിന്റെ ഒക്കെ തുമ്പത്തായിട്ട് വന്ന് നിൽക്കുന്നില്ലേ. സ്പെക്ടക്കിൾ ഓൺ നോസ് ആൻഡ് പൗഞ്ച് ഓൺ സൈഡ്, എന്താ സൈഡിൽ ഒരു ബാഗൊക്കെ ഉണ്ടാവും അല്ലെ. ഹിസ് യൂത്ത്ഫുൾ ഹോഴ്സ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക്, ഹിസ് ബിഗ് മാൻലി വോയിസ്, അദ്ദേഹത്തിന്റെ എന്താണ് യൂത്ത്ഫുൾ ഇതൊക്കെ എന്താണ് അവിടെ ഒരു മനസ്സിലുണ്ടെങ്കിൽ എന്താണ് അതും ഇതാവുകയാണ് അല്ലെ. ഹിസ് ബിഗ് മാൻലി വോയിസ്, നല്ല അടിപൊളി വോയിസ് ഒക്കെ ഇരുന്നു അല്ലെ. ഇപ്പൊ എന്താണ് അതൊക്കെ മാറുകയാണ് അല്ലെ. അതൊക്കെ എന്താണ് അതൊക്കെ ടേണിങ് അഗെയിൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ അല്ലെ. അതൊക്കെ എന്താണ് കുട്ടികളെ അതിലേക്ക് അല്ലെ, വയസ്സന്മാർ കുട്ടികളെ അതിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യല്ലേ. അതുപോലെ എന്താ കുട്ടികളെ ലെവലിലേക്ക് എന്താണ് അത് മാറുകയാണ് അല്ലെ. പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്, എന്താണ് അതിന്റെ സൗണ്ടിലൊക്കെ എന്താണ് ഒരു വിസിൽസിന്റെ സൗണ്ടും ഇതൊക്കെ വരുന്നുണ്ട് അല്ലെ. അതാണ് എന്ത് സിക്സ്ത് ഏജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, അപ്പൊ ഫസ്റ്റ് ഏജ് എന്താണ് ഇൻഫാന്റ്, രണ്ടാമത്തെ എന്താ സ്കൂൾ ബോയ്, മൂന്നാമത്തെ ലവർ, നാലാമത്തെ സോൾജിയർ,
അഞ്ചാമത്തെ എന്തായിരുന്നു? അഞ്ചാമത്തത് ജസ്റ്റിസ്. ആറാമത്തതാണ് എന്ത്? ഈ ലീൻ ആയിട്ടുള്ള സ്ലിപ്പേർഡ് പാൻറ്റിലൂടെ ആയിട്ടുള്ള ഈ ഏജിൽ അല്ലെ, വയസ്സായ ഏജിലേക്ക് അല്ലെ. ഈ ലാസ്റ്റ് സീൻ ഓഫ് ഓൾ അല്ലത്തേക്ക് ലാസ്റ്റ് സീൻ എന്താണ്? ദാറ്റ് എൻഡ്സ് ദി സ്ട്രേഞ്ച് ഇവന്റ്ഫുൾ ഹിസ്റ്ററി. എന്താണ്? ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലീവിയൻ. സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ് അല്ലെ. സാൻസ് പറഞ്ഞാൽ വിത്തൗട്ട് എന്ന് പറഞ്ഞ ഇത് കേട്ടോ, ഒന്നുമില്ല എന്നുള്ളതിൽ അല്ലെ. അപ്പൊ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാല് അവസാന രംഗം എന്താണ്? ഈ വിചിത്രമായ സംഭവബാഹുലമായ ചരിത്രം എന്താണ്? അവസാനിക്കുന്നതാണ് അല്ലെ, എല്ലാത്തിലും അവസാനമായിട്ട് അല്ലെ. രണ്ടാമത്തെ ബാലിഷ്യതയും വെറും വിസ്മൃതിയുമാണ് അല്ലെ ആണുള്ളത് അല്ലെ. പല്ലുകളില്ലാതെ എന്താണ്? സാൻസ് ഐസ്, കണ്ണ് കാഴ്ചയില്ലാതെ. സാൻസ് ടേസ്റ്റ് ഇല്ലാതെ. സാൻസ് എവറിത്തിങ്, ഒന്നുമില്ലാതെ അല്ലെ, എല്ലാം ഇല്ലാത്തൊരവസ്ഥയാണിത് ഈ ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മനുഷ്യന്മാരെ ഒരവസ്ഥ അല്ലെ. എല്ലാ മനുഷ്യന്മാരും നമ്മളതായാലും നമ്മളെ ഏജിലെത്തുമ്പോൾ നമ്മളെ അവസ്ഥ അങ്ങനെ തന്നെ അല്ലെ. നമ്മൾ ആദ്യം ഇൻഫാൻ്റ് ആയിരുന്നു, പിന്നെ കഴിഞ്ഞ് സ്കൂൾ ബോയ് ആയി, പിന്നെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ലവർ ആവും, പിന്നെ കഴിഞ്ഞിട്ട് എന്താണ്? സോൾജിയർ ആവും, അത് കഴിഞ്ഞിട്ട് ജസ്റ്റിസ് ആവും അല്ലെ. വീട്ടിലൊക്കെ ജസ്റ്റിസ് നടത്തുന്ന ഒരു ഇതാണ് അല്ലെ, രീതി നടത്തുകയല്ലേ നമുക്ക് എല്ലാവർക്കും, അതാവും. പിന്നെന്താണ്? വയസ്സായിട്ടുള്ളൊരു അവസ്ഥ വരും. പിന്നെന്താണ്? നമ്മളെ ഓർമ്മകളും പല്ലും കണ്ണും കാഴ്ചയും അല്ലെ, ടേസ്റ്റൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് 7th അല്ലെ. അപ്പം ഈ ഏജിൽ ഈ ഏജ് 7 ഏജസ് ആണിത് ഒരു മനുഷ്യനുള്ളത് അല്ലെ. 7 ഏജസ് ഓഫ് Man, The 7 Ages of Man is an extract from William Shakespeare's well-known play As You Like It. About the author, ഇതാണ് വില്യം ഷേക്സ്പിയർ കേട്ടോ. അദ്ദേഹം 23 April 1564 to 23 April 1616 was an English playwright ആയിരുന്നു, poet ആയിരുന്നു, actor ആയിരുന്നു. Widely regarded as one of the greatest writers of the world. Okay. He is known as the Bard of Avon. His work include 37 plays അല്ലേ. 37 പ്ലേസുകളും അതുപോലെ 154 സൊണറ്റ്സും 2 ലോങ് നെറേറ്റീവ് പോയിംസും ഒക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അല്ലേ. ഹിസ് പ്ലേസ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ എവറി മേജർ ലിവിംഗ് ലാംഗ്വേജസ് ആൻഡ് ഹാവ് ബീൻ പെർഫോംഡ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇതൊക്കെ എന്താണ്, കൃതികളൊക്കെ എന്താണ് പല ലാംഗ്വേജിലേക്ക് എന്താക്കിയിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ലോകത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എന്താണ് ഇത് പോയിട്ടുണ്ട്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ ഹാവ് സ്റ്റൂഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. എന്താണ് ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ എന്താണ് ടെസ്റ്റ് ഓഫ് ടൈമിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്താ, ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങൾ എന്താണ്, കാലത്തിലെ പരീക്ഷണത്തെ എന്താണ് അതിജീവിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഇതെന്താക്കുക, നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒരാളെ ഈ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഏജസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം പാർട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.